ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, ഇന്ന് നമ്മൾ ടൂറിസ്റ്റ് ഫാമിലി എന്ന പടം കണ്ടുവന്നിരിക്കുകയാണ്. ഒരു കൊച്ചു ക്യൂട്ട് പടം കണ്ടൊരു ഫീലാണെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓളിട്ട് നിറയ്ക്കൽ മാത്രമല്ല, മനസ്സും കൂടി നിറയ്ക്കണം എന്നൊരു പറയുന്ന പടമാണ്. പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അഭിഷൻ ജീവിത് എന്നൊരു 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് സീനിയർ ആക്ട്രസ്മാർ, ജൂനിയർ ആക്ട്രസ്മാർ എല്ലാവരും മൊത്തത്തിൽ കൺട്രോൾ ഒരു കുഞ്ഞൊരു കോളനി അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ഒരു സ്ട്രീറ്റ് മുഴുവൻ മാനേജ് ചെയ്ത് പോയിട്ടുള്ള ഒരു കൊച്ചു ഡയറക്ടറാണ് അഭിഷൻ ജീവിത്. സോ ഹാപ്പി ഫോർ യു മാൻ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. പുള്ളിക്കാരൻ ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു ആക്ടർ കൂടിയാണെന്ന് പടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അത് ആള് നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് പെർഫോമൻസ് ആയാലും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ശശികുമാറുണ്ട്, സിമ്രാനുണ്ട്, പിന്നെ ആവേശം സിനിമയിലെ മിഥുൻ എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ അവനുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ക്യൂട്ട് പയ്യനുണ്ട്, പിന്നെ ഒത്തിരി ഒത്തിരി സീനിയറായിട്ടും ജൂനിയറായിട്ടും വന്ന സിനിമയിൽ വന്ന കുറേ ആൾക്കാർ പടത്തിലുണ്ട്. ഈ പടം കഴിയുമ്പോൾ നമ്മൾ ഒരാളെ മറക്കില്ല, കാരണം എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് ആണ് പടത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, കുറേ ഇടിയും തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ലാണ്ട് ഒരു മനസ്സ് നിറച്ചൊരു പടമാണ് ടൂറിസ്റ്റ് ഫാമിലി. പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ശ്രീലങ്കയിൽ താമസിക്കുന്ന ഒരു വീട്ടുകാർ, അതായത് ശശികുമാർ ആൻഡ് ഫാമിലി ശ്രീലങ്കയിലാണ് അവർ താമസിക്കുന്നുണ്ടായിരുന്നത്. അവിടുത്തെ കലാപം കാര്യങ്ങൾ കാരണം ഇന്ത്യയിലുള്ള തൻ്റെ അളിയൻ്റെ അടുത്തേക്ക് ജീവിക്കാൻ വേണ്ടി വരുന്ന ഒരു കുടുംബം, അവരുടെ ഒരു കൊച്ചു കഥയാണ് ടൂറിസ്റ്റ് ഫാമിലി. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, കാരണം എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കോമഡി ആയാലും റൊമാൻസ് ആയാലും സെൻറ്റിമെൻ്റൽ സീൻസ് ആയാലും ഒരുപാട് കണക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണ് ടൂറിസ്റ്റ് ഫാമിലി. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ റോൾഡൻ എന്ന പുള്ളിക്കാരൻ്റെ മ്യൂസിക്കാണ്. അതായത് എനിക്ക് പുള്ളിക്കാരൻ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് അല്ലെങ്കിൽ റൊമാൻറ്റിക്, ഒരു സാഡ്നെസ്, ഒരു വലിയ ഒച്ചബഹളില്ലാണ്ട് ഒരു നാട്ടിൻ പുറത്ത് വരുന്നൊരു സിമ്പിൾ കുഞ്ഞു പരിപാടികൾക്കൊക്കെ ആളുടെ മ്യൂസിക് നല്ല രസമാണ്. അതാണ് ഇതിലും ആ ഒരു മാജിക് ഇതിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ചെറിയൊരു പയ്യനുണ്ട് പടത്തിൽ, അവൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവൻ അടിപൊളി ചെയ്തിട്ടുണ്ട്. ചില സീനുകളിലൊക്കെ മൊത്തം ഫാമിലീനെ കൊണ്ടുപോകുന്നതാണ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവൻ കൊണ്ടുപോയിട്ടുണ്ട്. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പടത്തിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അത് കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് പറയുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.